ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബർമാർക്കൊക്കെ അല്ലെങ്കിൽ പുതിയ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മൈക്കാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ആ സാധനം എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എന്തൊക്കെയാണ് അതിൻ്റെ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ആദ്യമായിട്ട് പൊളിക്കാൻ വേണ്ടി അതിൻ്റെ കവറിങ് ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു കാർട്ടൂണിലാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ കാർട്ടൂണൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു ബോക്സിലാണ് സാധനം ഉള്ളത്. നല്ല അടിപൊളി പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഫസ്റ്റ് തന്നെ കാർട്ടൂണിനകത്തൊരു യൂസർ മാനുവൽ ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മാനുവൽ. നമ്മൾ എല്ലാ സാധനം വാങ്ങുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു മാനുവൽ, അതിൽ QR കോഡും അടങ്ങിയൊരു മാനുവലാണുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഞാനത് മാറ്റി വെച്ച് പിന്നെ അതിനകത്ത് വീണ്ടും ഒരു ബോക്സ് കാണുന്നുണ്ട്. ആ ബോക്സിനകത്താണ് നമ്മൾ മൈക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം. നമ്മൾ വയർലെസ് ആണ്, ബ്ലൂടൂത്ത് ആണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയാണ്, ജസ്റ്റ് ലൈവ് ഷോ നടത്താനും ഇൻ്റർവ്യൂ അതേമാതിരി വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റുമെന്നൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സിൽ പുറത്ത് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാണാൻ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ബോക്സ് തന്നെയാണ് സാധനം എത്തിയിട്ടുള്ളത്. K8 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മറ്റേ കാർട്ടൂണൊക്കെ മാറ്റി വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അത് ചെറിയൊരു കവറിങ്, അതിൻ്റെ മുകളിൽ ചെറിയൊരു കവറിങ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കോട്ടിങ് ഉണ്ട്, അത് പറിക്കുകയാണ്. അങ്ങനെ അത് പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് ആ ബോക്സ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നല്ല സെറ്റപ്പിലാണ്. അതിൻ്റെ പാക്കിങ്ങിന് ഭയങ്കര എന്താ പറയുക, നല്ല ഉഷാറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്തായിട്ട് അവിടെ ഒരു ലാസ്റ്റിൽ അതൊരു ചാർജറാണ് എന്ന് തോന്നുന്നുണ്ട്. ചാർജറിൻ്റെ കേബിളിൻ്റെ ചിഹ്നമൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അതൊരു ചാർജറിൻ്റെ ആവാനാണ് സാധ്യത. ചാർജർ കേബിൾ മാത്രമാണ് ഉള്ളത്. നമ്മൾ സാധാ നോർമൽ മൊബൈൽ മറ്റേ ചാർജ് ചെയ്യുന്നതിന് പോലത്തെ ഒരു കേബിൾ തന്നെയാണ് ഉള്ളത്. ഞാൻ ആ കേബിളൊന്ന് ജസ്റ്റ് പുറത്തെടുത്ത് കാണിച്ചു തരാം. നോർമൽ നമ്മളെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത് എന്ന് മാത്രം, നോർമൽ ചാർജറാണ്. അപ്പോൾ അതാണ് മാറ്റി വെച്ച്. പിന്നെ അതാണ് സംഭവം, മൈക്ക്. അതിൻ്റെ കണക്ടറാണിത്. ഒരു കണക്ടറും ഉണ്ട്. ടൈപ്പാണ് വരുന്നത്. ടൈപ്പിൻ്റെ കണക്ടറുണ്ട്. പിന്നെ വരുന്നത് ഇതാണ് സാധനം, മൈക്ക്. കാണാൻ നല്ല ഭംഗി, ബ്ലാക്ക് കളറാണുള്ളത്. സാധനം കാണാനൊക്കെ നല്ല രസമുണ്ട് സംഭവം. അതിങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ്, അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ കാണിക്കുന്നുണ്ട് മൈക്ക്. പിന്നെ അതിൻ്റെ കണക്ടർ ജസ്റ്റ് ഇതിൻ്റെ ടൈപ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കണക്ടർ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഐഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാണ്, ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ V8 മറ്റേ സാധാരണ നമ്മളെ പഴയ ഫോണുണ്ടല്ലോ, സാംസങ്ങിൻ്റെയൊക്കെ ഫോണുകൾ ഉപയോഗിക്കാൻ ഇപ്പോൾ ഇതിന് പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ടർ അതിനിപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ പുറത്തുനിന്ന് ജസ്റ്റ് ഒരു കണക്ടർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ അതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൈക്കിൻ്റെ കൂടെ ഉള്ള സാധനങ്ങൾ. ഒരു ചാർജർ, പിന്നെ എൻ്റെ ഐഫോണിൻ്റെ ഒരു കണക്ടറും പിന്നെ മൈക്കും ആ സംഭവം. ഓക്കെ.